ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാന തുല്യതയുടെ തീരത്തേക്ക് നമ്മളെ നയിക്കുന്ന കൂദാശയാണ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ദിവ്യകാരുണ്യം തുല്യതയുടെ തീരത്തേക്ക് നമ്മളെ നയിക്കുന്നു എന്നതിന്റെ അർത്ഥം? അത് മനസ്സിലാകണമെങ്കിൽ 2 കൊരിന്തോസ് ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം നമ്മൾ ധ്യാനിക്കണം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നില്ല. അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് ഒട്ടും കുറവുമുണ്ടായിരുന്നില്ല. ഇത് പുറപ്പാട് യാത്രയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. പഴയ നിയമത്തിൽ പുറപ്പാട് യാത്രയിൽ മന്ന വർഷിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള ഇത്ര അളവ് എടുക്കുക എന്ന് പറഞ്ഞു. അവരിൽ ചിലര് കൂടുതൽ ശേഖരിച്ചു, ചിലര് കുറച്ച് ശേഖരിച്ചു. എന്നാൽ അവര് അളന്നു നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ അളവ് മാത്രമേ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ദിവ്യകാരുണ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കേണ്ട ഒരു ചിന്ത. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം സമ്പാദിക്കുന്നവരാണ്. ജീവിതത്തിൽ സമ്പത്തിന്റെ മേഖലയിൽ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ തുല്യതയുടെ തീരത്തേക്ക് വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ നമ്മൾ വളർന്നു നിൽക്കണം. എന്താണ് വിശുദ്ധ കുർബാനയുടെ ചൈതന്യം? ആ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം പങ്കുവയ്പിന്റെ ചൈതന്യമാണ്. കുർബാനയുടെ ചൈതന്യം വിട്ടുകൊടുക്കലിന്റെയും പങ്കുവയ്പിന്റെയും ചൈതന്യമാണെങ്കിൽ അതാണ് തുല്യതയിലേക്ക് നമ്മളെ നയിക്കുക. ഇവിടെ വചനം 2 കൊരിന്തോസ് ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായം 13-ാമത്തെ ഭാഗത്ത് വചനത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും നമ്മളുടെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടത് എങ്ങനെയെന്ന് പറയുകയാണ്. അത് നിങ്ങളുടെ ഉള്ളായ്മയിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ ഇല്ലായ്മയിലേക്ക് നൽകിയാൽ നാളെ അവർക്കുണ്ടാവുകയും നിങ്ങൾക്ക് ഇല്ലായ്മ വരുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ പ്രായമുള്ളവർ, കാരണവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുന്നിന് ഒരു കുഴിയുണ്ട്. സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ആരുടെയും കയ്യിൽ എല്ലാ കാലവും നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് കാരണവന്മാർ അതിന് ചക്രം എന്ന് പേരിട്ടത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സമ്പത്ത് എന്ന് പറയുന്നത് ആരുടെയും കയ്യിൽ സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല, അത് ട്രാൻസാക്ഷൻ ഉള്ളതാണ്, അത് കറങ്ങാനുള്ളതാണ്, ക്രയവിക്രയത്തിനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമ്പത്തിനോട് അമിതമായ സ്നേഹം നമുക്കുണ്ടാവുകയും നമ്മൾ അതിനെ പിടിച്ച് സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷേ അത് വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിനെതിരാണ്. അത് പങ്കുവയ്ക്കാനുള്ളതാണ്. ഇന്ന് ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഉള്ളായ്മയിൽ നിന്ന് നിങ്ങൾ നൽകിയാൽ നാളെ അവർക്കുണ്ടാകുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെടുകയും അങ്ങനെ നിങ്ങളുടെ ഇടയിൽ തുല്യത ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തില് 13 മുതലുള്ള വചനങ്ങളിൽ നമ്മളോട് പറയുന്നു. അതുകൊണ്ടാണ് 15-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്: ആ കൂടുതൽ ശേഖരിച്ചവർക്ക് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, കുറച്ച് സ്വീകരിച്ചവർക്ക് അല്ലെങ്കിൽ ശേഖരിച്ചവർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഈ അഭിഷേകം പുറപ്പാട് യാത്രയിൽ മന്ന സ്വീകരിച്ചപ്പോൾ ലഭിച്ച അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി, തുല്യതയുടെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പങ്കുവയ്ക്കുന്നവരാകാം. കുർബാന നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നുചേർന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ആരാധനാപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ